ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. പ്രധാനമായും ആനകളെ സംരക്ഷിക്കുന്നതിനാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം നിലകൊള്ളുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സുൽത്താൻ ബത്തേരി. ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ബേഗൂർ വന്യജീവി സങ്കേതമെന്നും തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്ന പേരുകളിലും അറിയപ്പെടുന്നു. 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ 2 താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതം. ഏതൊക്കെ താലൂക്കുകളിലാണ്? മാനന്തവാടി, സുൽത്താൻ ബത്തേരി 2 താലൂക്കുകളിലായിട്ടാണിത് വ്യാപിച്ചു കിടക്കുന്നത്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. 1992 വയനാട് വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിൽ വന്നത്.